നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. 1977 മുതൽ 2011 വരെ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് മറ്റൊരധ്യായം തുറന്ന മമതാ ബാനർജിയുടെ യുഗമാണിപ്പോൾ പശ്ചിമ ബംഗാളിൽ. പഴയ പടക്കുതിരകളായ CPM-നെയും കോൺഗ്രസിനെയും വെറും നോക്കുകുത്തികളാക്കി മമത സംസ്ഥാനം പൂർണ്ണമായും കീഴടക്കി. BJPക്ക് കേന്ദ്രഭരണത്തിൻ്റെ കരുത്തിലും മമതയെ ഇളക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും തട്ടകങ്ങളിലൂടെ വളരുന്ന BJP മമതയ്ക്ക് പക്ഷേ ഭീഷണിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഭീഷണിക്കെതിരായ മമതയുടെ പോരാട്ടങ്ങളാണ് 2014 മുതലുള്ള തെരഞ്ഞെടുപ്പുകളെ വ്യത്യസ്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങൾ മുതലെടുത്താണ് ആ പാർട്ടിയിൽ നിന്ന് വന്ന മമത സംസ്ഥാനത്ത് തൻ്റെ സാമ്രാജ്യം സൃഷ്ടിച്ചത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊൽക്കത്ത സൗത്തിൽ മമത പാർട്ടിയുടെ ഏക MP ആയിരുന്നു. 2009 19 സീറ്റ് നേടി കേന്ദ്രഭരണത്തിലും പങ്കാളിയായി. 2011 സംസ്ഥാന ഭരണം പിടിച്ചെടുത്ത് മുഖ്യമന്ത്രിയായ ശേഷം പാർട്ടിയെ ശക്തിപ്പെടുത്തി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം 34 വർദ്ധിപ്പിച്ചു. അന്ന് യഥാക്രമം 4ഉം 2ഉം സീറ്റുകൾ നേടിയ കോൺഗ്രസിനും CPM-നും ഒപ്പം താഴെയായിരുന്നു BJP. കേന്ദ്രഭരണത്തിൻ്റെ കരുത്തിൽ 2019 മുന്നേറ്റം കുറിച്ചു. തൃണമൂൽ സീറ്റുകളുടെ എണ്ണം 22ലേക്ക് കുറച്ച BJP 18 MP-മാരെ ജയിപ്പിച്ചു. അതിനിടയിൽ തകർന്ന് തരിപ്പണമായത് കോൺഗ്രസും CPM-ഉമാണ്. പശ്ചിമ ബംഗാളിൽ ആകെ സീറ്റ് 42. 2019 തൃണമൂൽ 22 സീറ്റും BJP 18 സീറ്റും കോൺഗ്രസ് 2 സീറ്റുമാണ്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ 215 സീറ്റ് നേടിയപ്പോൾ BJP 77. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വൻ മുന്നേറ്റം നടത്തിയപ്പോൾ 34 വർഷം ബംഗാൾ ഭരിച്ച CPM-ഉം കോൺഗ്രസും ഒരു സീറ്റിൽ പോലും ജയിക്കാതെ പാടെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത്. 2019 സമാന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കി കൈപ്പത്തിയോ അരിവാൾ ചുറ്റികയും പ്രചാരണ വേദികളിൽ ഒന്നിച്ചത് അവർ കൊമ്പ് കോർക്കുന്ന കേരളത്തിൽ സജീവ ചർച്ചയായിരുന്നു. ഇക്കുറിയും സ്ഥിതി വ്യത്യസ്തമല്ല. എതിരാളികളോട് 34 വർഷം ഭരിച്ച BJPയെ വീഴ്ത്താൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കാൻ മുന്നിൽ നിന്ന കോൺഗ്രസും തൃണമൂലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും അകലുകയാണ്. സീറ്റ് വിഭജനത്തിൻ്റെ പേരിൽ ആരംഭിച്ച അഭിപ്രായ വ്യത്യാസം വലിയ തർക്കത്തിലേക്ക് വഴിമാറിയതോടെ ബംഗാളിൽ മുന്നണി ആടി ഉലയുന്നു. വാക്പോരിൽ കോൺഗ്രസ് പരമാവധി സംയമനം പാലിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉൾപ്പെടെ രൂക്ഷ വിമർശനവുമായിട്ടാണ് മമതാ ബാനർജി രംഗത്തിറങ്ങി. മുന്നണി രൂപീകരണ വേളയിൽ രാഹുലുമായി ഊഷ്മള ബന്ധം നിലനിർത്തിയ മമത തന്നെ അദ്ദേഹത്തെ കടന്നാക്രമിച്ചത് കോൺഗ്രസിനെ ഞെട്ടിച്ചു. ചർച്ച നടക്കുകയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കിയെങ്കിലും മമതയുടെ രൂക്ഷ പ്രതികരണത്തോടെ അതിനുള്ള സാധ്യത തന്നെ അകലെയായി. ഇടതുകക്ഷികളുമായി കൈകോർക്കാനുള്ള കോൺഗ്രസ് തീരുമാനം മുസ്ലിം വോട്ടുകളും BJP വിരുദ്ധ വോട്ടുകളും ഭിന്നിക്കാൻ ഇത് വഴിയൊരുക്കുമെന്ന് തൃണമൂലിന് ആശങ്കയായിരുന്നു. സഖ്യകാര്യങ്ങൾ PCC പ്രസിഡന്റ് അധീർ രഞ്ജൻ ചൗധരി കൈകാര്യം ചെയ്തതും മമതയെ ചൊടിപ്പിച്ചു. പൊതുശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമായി കണ്ട് തെരഞ്ഞെടുപ്പ് കളരിക്കിറങ്ങുന്നതാണ് പശ്ചിമ ബംഗാളിൻ്റെ സമീപകാലത്തെ രാഷ്ട്രീയ ചരിത്രം. 34 വർഷം ഭരിച്ച CPM-നെതിരെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒന്നിച്ചിട്ടുണ്ട്. തൃണമൂൽ വല്ലാതങ്ങ് വളർന്നപ്പോൾ CPM-ഉം കോൺഗ്രസിനും എതിരാളിയായി. 2014 കേന്ദ്രത്തിലെത്തിയ നാൾ മുതൽ പശ്ചിമ ബംഗാളിനെ കീഴടക്കാൻ മോഹിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുമാണ് ഇന്ന് മറ്റു 3 പാർട്ടികളുടെയും പൊതുശത്രു. 2019 തൃണമൂൽ ഒരിടത്തും CPM-ഉം കോൺഗ്രസും മറ്റൊരു വശത്തും ഇരുന്ന് BJPയെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചത്.
2024 3 പാർട്ടികളും ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് BJPയെ എതിർക്കുമെന്ന് കരുതിയെങ്കിലും സ്വന്തം നിലനിൽപ്പ് ബലികഴിച്ചുള്ള സഖ്യം പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് CPM പാർട്ടികൾ 2019 ധാരണ തുടർന്നേക്കും. ബംഗാളിൽ BJPയുടെ ഒരു കുതിച്ചുകയറ്റം ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്തായാലും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം തന്നെയാണ്.